പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് വ്ളോഗൊന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വെക്കേഷനാണ് ഇവിടെ. വെക്കേഷനായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം അടുപ്പിച്ചായി വെക്കേഷൻ തുടങ്ങിയിട്ട്. പിള്ളേരുടെ വെക്കേഷൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞ്. അപ്പോൾ കാലാവസ്ഥയൊന്നും ശരിയല്ലായിരുന്നു. കുറച്ച് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ പുറത്തെങ്ങും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് വെയിൽ കാണുന്നുണ്ട്. അങ്ങനെ ഡാമിലോട്ട് പോവുകയാണ്. സ്റ്റേ ചെയ്യാനുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് പോണത്. അവിടെ ചെന്നിട്ട് ഇനി അവിടുത്തെ കാലാവസ്ഥ എന്താണെന്ന് അറിയില്ല. നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ പണി കിട്ടും, അല്ലെങ്കിൽ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. വണ്ടിക്കകത്ത് അതിക്രമിച്ച് കയറുകയാണ്. എന്നെ ഭംഗി കിട്ടണം. ഇവിടെയൊക്കെ പൊതുവേ ഡാമിൻ്റെ ഒരു ഏരിയ ആയത് കാരണം വെള്ളത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ നല്ലതുപോലെ കൃഷിയൊക്കെ ഉണ്ട്. ഓറഞ്ചിൻ്റെതുണ്ട്, പിന്നെ വെജിറ്റബിൾസിൻ്റെ കാണാറുണ്ട്, സൂര്യകാന്തി പടങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാവർക്കും ഒന്ന് മഴ കിട്ടാൻ താമസിച്ചല്ലോ, അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഒന്ന് പ്ലാന്റ് ചെയ്തൊക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ ചെറിയ ഓറഞ്ചിൻ്റെ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വേറൊരു സൈഡിൽ ഓറഞ്ച് വലിയ മരങ്ങളിങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആളെ വന്നിട്ട് ഞണ്ടിനെ പിടിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ ആയിരുന്നു. അതെടുത്തത് അതേ ഡാമിൽ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. No cash card only. 5. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു. മരത്തിൽ കൊണ്ടുവന്നൊക്കെ ചാരി വെച്ചിരിക്കുകയാണ്. ഇനി വേറൊരു ജീവി ഉണ്ടായിരുന്നു, എങ്ങോട്ട് പോയാ എന്തോ കാണാനില്ല. വെള്ളം കുറവ്. കഴിഞ്ഞ തവണയൊക്കെ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. കാക്ക കുഞ്ഞാടി കിളികളെ കൂട് വയ്ക്കുന്ന മനസ്സിലാ. തണലത്ത് എനിക്ക് മേശ ഇടണം. കാണുന്നുണ്ടോന്നറിയില്ല, ഒരു ഓറഞ്ച് കിളി അവിടെ ഇരിപ്പുണ്ട്. വെയിൽ കാരണം എനിക്കൊന്നും കാണുന്നില്ല. മഴയത്ത് ഫ്രൈ ഇടാൻ വേണ്ടിയിട്ട് എല്ലാം ഒക്കെ മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കിയൊക്കെ വച്ചപ്പോൾ മഴ. പിന്നെ അകത്തിരുന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സ്റ്റൗവും കരട്ടി വെച്ച ചിക്കൻ. രണ്ടുപേരെ അകത്ത് മഴ നനയാതിരിക്കാൻ അകത്താക്കി വെച്ചിരിക്കുകയാണ്. അന്നേരം പറഞ്ഞു 50 ബുക്ക് ചെയ്യാം. സോറി മഞ്ഞ
കഷ്ടപ്പെടുകയാണ് അധ്വാനിക്കുന്ന ജനവിഭാഗമല്ലേ. ഒരു സൈഡ് നോട്ട് ഇതെല്ലാം ഒരുമിച്ചിട്ട് ഒരുമിച്ചൊരു കറിയാക്കും. അതിനുള്ള സമയമേ ഉള്ളൂ. ഇപ്പൊ തന്നെ 7-8 മണിയായി. മഴ എന്ന് തോന്നുന്നു. പോയി പാത്രം എടുത്തിട്ടോ. ഉരുളി നമ്മളെ വീട്ടിലുള്ളതിലേക്ക് വലിയ ഉരുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഞണ്ടുകറി ഉണ്ടാക്കാൻ കൊണ്ടുവന്നതാണ്. ചീറ്റിപ്പോയി. വെള്ളം മൊത്തം ഇറങ്ങിക്കിടക്കുന്നു. ഞണ്ടിനെ കിട്ടിയില്ല. ഞാൻ ഇപ്പൊ ഇറങ്ങും. മഴ തോന്നിട്ട് ഞണ്ട് ഉണ്ട് ഇതിനകത്ത്. ഇതിന്റെ പാത്രം തുറന്ന ഇപ്പം ആവി കയറും ക്യാമറയില്. മേശയൊക്കെ ഇട്ട് ഉള്ള സ്ഥലത്തിരുന്ന് വേവിക്കുകയാണ്. പുറത്ത് നല്ല അടാറ് മഴ, ചാറ്റ മഴയേ ഉള്ളൂ. മഴ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇറങ്ങി ചാർക്ക് വരുമ്പോ ഇതൊക്കെയാണ് മക്കളെ വൈബൊന്നും. ചാറ്റ മഴയും അകത്തുള്ള കുക്കിങ്ങും. അപ്പോൾ നേരമൊക്കെ നേരം വെളുത്തിട്ട് കുറച്ച് നേരമായി. രാവിലെ ശരിക്കും ഉദയം നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് രാത്രി കിടന്നത്. അപ്പോൾ രാവിലെ ആയപ്പോൾ നല്ല മഴയായിരുന്നു. മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അത് കാരണമാണ് അത് ഇത്ര ഇതായിട്ട് എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആവും ഇപ്പോൾ നമ്മൾ എണീറ്റ് ഷീറ്റിലൊക്കെ മടക്കി വെച്ചിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി, ചമ്മന്തിപ്പൊടി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതുണ്ട്. വീണ്ടും നല്ല മഴക്കോളുണ്ട്. ഇല്ലടി തേങ്ങ ചമ്മന്തി. എന്തുമാത്രം കഷ്ടപ്പെട്ടാണെന്ന് അറിയാൻ ഇഡ്ഡലി ഉണ്ടാക്കാം. അതിന്റെ ബുദ്ധിമുട്ട് കണ്ട മഴ ചതിച്ചാ പിന്നെ എന്തോ ചെയ്യുന്നത്. മഴ ചതിച്ചാ എന്ത് ചെയ്യുന്നത്? എന്ത് കഷ്ടപ്പെട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിക്ക് കുട പിടിക്കണം, ഇടയ്ക്ക് ഫോണ് എന്തെല്ലാം. അതും കൂടെ കാണിച്ചിരിക്കാം. ഉമ്മറപ്പൊടി ഇഡ്ഡലി ആയിട്ടാണല്ലേ. അതൊക്കെ കുറെ എടുത്തതാണ്. അതിശക്തമായ മഴ. മഴയൊന്നും കൊള്ളാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സൈക്കിൾ തപ്പപ്പോൾ അധ്വാനിക്കുന്നതാണ് ഇഷ്ടം. സീസൺ സമയമല്ല. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ടെൻ്റാണ്. അത് കണ്ടാടി ആ ട്രക്കിൽ ചേർന്നിരിക്കുന്ന പെട്ടിക്കൂട്. അത് അവരുടെ പ്രൈവറ്റായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ടോയ്ലറ്റ് ഉണ്ട്. അത് കണ്ട് ചെറുത് ട്രക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന കറുപ്പ് ടോയ്ലറ്റ്.
ഇവിടെ ഇരുന്നാ ഡ്രസ്സ് പോരെ. മാറാനും എല്ലാത്തിനും ഒക്കെ അത് ഒരു കവറായിട്ടാണ്. അവരെ ജനറേറ്റർ ഒക്കെ ഉണ്ട്. ആ ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ എനിക്ക് 5-6 വീടും കൊടുക്കും. ഇതിനകത്ത് ആരില്ല, ഇവർ 2 ബുക്ക് ചെയ്താ. നമ്മള് കുക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് പ്രശ്നം കേട്ടാ. കുക്ക് ചെയ്ത ആ മേശ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കൂട്ടാം. ആരെക്കൂടി വണ്ടി വരുന്നു. വണ്ടി എന്നെ പൊട്ടിക്കും. അപ്പടി വെയിലായി. എല്ലാവരും ചൂണ്ടയിട്ട് വെച്ചിരിക്കുന്ന കറിയിൽ രാത്രിയാണ് പിടിക്കുന്നത്. ഞാൻ എന്നാ ഫോൺ എടുത്തതുമില്ല. അതിനകത്ത് പല ടൈപ്പ് കിളികൾ കൂട് വെച്ച് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്നറിയില്ല. വേണ്ട, ഓരോ ടൈപ്പിനും കിളികൾക്ക് ഓരോ രീതിയിലുള്ള കൂടുകൾ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് പേരും കൂടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകണം. അപ്പോൾ നമ്മളെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കുറച്ച് ഭാഗം കൂടി ഒരിക്കലും കാണിച്ചത്. അതൊരു പ്രത്യേക വീഡിയോ വെക്കാൻ വേണ്ടിയിട്ട് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടിട്ട് വരാം. കുബൂസ് റെഡിയായി. ലാസ്റ്റിന് ഇതും കൂടെ ആകുമ്പോൾ കുബൂസിൻ്റെ പണി തീർന്നു. ഓണം മൊത്തം പൊളിച്ചത് കുനാഫ. കണ്ട ബിരിയാണി കണക്കിരിക്കുന്നു. സാലഡ്, ചിക്കൻ, അതിനപ്പുറത്തത് ഐറ്റാമോ പെരട്ടി വെച്ചിരിക്കുന്നത് മയോണൈസ്, ബണ്ണ്, മയോണൈസ്. അടുത്ത അടുപ്പത്ത് കയറ്റാനുള്ള കോൺ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചപ്ലാങ്കട്ടേട് മിനി ഗാർഡൻ അല്ലേ? ദേവനെടുത്ത് തരട്ടാ. ടെൻ്റ് എല്ലാം ഊരി പാക്ക് ചെയ്തോണ്ട് അടുത്ത വണ്ടി പാക്കിങ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ 2 ദിവസത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നോക്കേണ്ട പ്രായമില്ല.